ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് പാടിയ ഒരു പാട്ടിനെ കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. അച്ഛൻ ആ പാട്ട് പാടും. പേജ് നമ്പർ 75. വാക്തത്വത്തിൻ നാട്ടീന്നും രണ്ടാൽ തണ്ടിന്മേൽ മുന്തിരിയിൻ കുലയെത്തിച്ചു യോശുവ സന്നിധിയിൽ മുമ്പിൽ വന്നോ. നാക്കുല കണ്ടില്ല, പിമ്പൻ കണ്ടാൻ. കണ്ടോരാം യൂതർ കായ്കൾ പറിച്ചെങ്കിലും അവരോ വീഞ്ഞു കുടിച്ചില്ല. പാനം ചെയ്തൊരു ജാതികളോ രക്ഷാദായകനെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഇത് വേദപുസ്തകത്തിലെ ഒരു പ്രധാന സംഭവത്തോട് ബന്ധപ്പെട്ടതാണ്. ആരും പറയാം, വേണമെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കാം. വളരെ അച്ഛന്മാർ അത് ശരിയാവില്ല. കേട്ടില്ല. ശരിയാ, അവൻ്റെ സമ്മാനം പോയി. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. ഞാൻ മുഴുവൻ സംഭവം പറയുന്നില്ല. 2 വർഷം കൊണ്ട് ഇസ്രായേൽ ജനത്തെ ചെങ്കടലെല്ലാം കടത്തി അവരെ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി പെട്ടകമൊക്കെ ഉണ്ടാക്കി അവരെ പെട്ടകം മുമ്പിൽ നടത്തും. അതിൻ്റെ അകലമൊക്കെ പാലിക്കേണ്ട രീതികൾ പറഞ്ഞു. ഗണം ഗണമായി തിരിഞ്ഞു പോകേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവസാനം എന്താണ് എത്താൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് അറിയാനായിട്ട് ഓരോ ഗോത്രത്തിൽ നിന്ന് 2 പേരെ അയക്കുകയാണ്. അവർ പോയി തിരിച്ചു വന്നു. അപ്പം ദൈവത്തിൻ്റെ നടത്തിപ്പ് യഥാർത്ഥമായി കണ്ടവരാണ്. ദൈവം എങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നതെന്ന് മനസ്സിലാക്കിയവരാണ്. അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് മുമ്പ് പറഞ്ഞതുപോലെ 2 പേരൊഴിച്ച്, ആരൊക്കെയാ? യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കരമായി പറഞ്ഞു, അങ്ങോട്ട് പോകരുത്, പോയാൽ നമ്മെ അവർ കൊല്ലും. അവിടുത്തെ മനുഷ്യർ അമാലേക്യർ അല്ല, മനുഷ്യരുടെ പേര് പറയുന്നുണ്ട്. അവരത്രമാത്രം ശക്തരാണ്, അത് അത്രയും വലിപ്പമുള്ളവരാണ്. അവരുടെ മുമ്പിൽ നമ്മൾ പിടിച്ചു നിൽക്കില്ല. മാത്രമല്ല അവിടുത്തെ ഫലവർഗ്ഗങ്ങളാണെങ്കിൽ ഭയങ്കര. അന്നത്തെ ഇവർ ഉറ്റുനോക്കാൻ പോയപ്പം മുന്തിരിക്കുലയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പേർ ഒരു തണ്ടിന്മേൽ മുന്തിരിക്കുല തൂക്കിയെടുത്തുകൊണ്ട് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വലുതായിരിക്കും അത്. അത്രമാത്രം വലിയ മുന്തിരിക്കുലയും അവിടുത്തെ ഫലവർഗ്ഗങ്ങളെക്കുറിച്ചൊരു ചിത്രീകരണം അവർ നടത്തുന്നുണ്ട്. എസ്കലോൻ താഴ്വരയോളം ചെന്ന് അവിടുത്തെ ഒരു മുന്തിരിക്കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അപ്പോൾ അത് ഇമ്മിണി പെരുത്ത സാധനമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി നോക്കാൻ പോയവർ എല്ലാവരും കൂടെ അപ്സെറ്റായി. ഇത് സംഗതി ശരിയാകാൻ പോകുന്നില്ല. അപ്പോൾ യോശുവയും കാലേബും പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇത്രയും ദുഷ്കരമായ ഈ വഴികളിലെല്ലാം ശപിക്കാൻ കൊണ്ടുവന്നതിനെ കൊണ്ട് നമ്മളെ അനുഗ്രഹിപ്പിച്ച ദൈവം, വെള്ളമില്ലാത്തടത്ത് വെള്ളം തന്ന ദൈവം,
ഈ ദൈവം നമ്മെ നടത്തും എന്ന് കാലേബും യോശുവയും പറയുക. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഇവർക്കെതിരെ തിരിയുക മാത്രമല്ല, അവരൊരു പ്രതിപക്ഷ നേതാവിനും കൂടി തിരഞ്ഞെടുത്തു. എന്നിട്ട് മോശയും അതുപോലെ തന്നെ അഹ്റോനെയും കാലേബിനെയും യോശുവയും ഒക്കെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് തീരുമാനമെടുത്തത്. അത് വല്ല രൂക്ഷമായി തീർന്നപ്പോൾ ദൈവം ഇടപെട്ട് പറയുന്നുണ്ട്, ഇപ്പം 10 പ്രാവശ്യത്തിൽ മേലായി ഇവർ എന്നോട് മർദ്ദിക്കുന്നു, എന്നെ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞാണ് ഇവരുടെ സംഖ്യ തീരുവോളം, 20 വയസ്സിന് മുകളിൽ എല്ലാവരും തീരുവോളം ഇവർ മരുഭൂമിയിൽ ഉഴന്ന് നടക്കട്ടെ. 2-2.5 വർഷം കൊണ്ട് വാഗ്ദത്ത നാട്ടിൽ എത്തേണ്ടിയിരുന്ന യഹൂദജനം, ഇസ്രായേൽ ജനം, അവരുടെ അവിശ്വസ്തത കാരണമാണ് അവർക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുക. നിങ്ങളത് വീട്ടിൽ പോയി ആരെങ്കിലും സമയമെടുത്ത് വായിച്ചാൽ മതി. അതിന് വലിയ നീണ്ട അധ്യായമൊന്നുമല്ല. അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആരൊക്കെയാണ് പോയതെന്നും ആരൊക്കെയാണെന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയുന്നുണ്ട്. അവരൊത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അനാഖ്യർ, ഞാൻ പറഞ്ഞ ആൾക്കാരുടെ പേര് അനാഖ്യർ. കർത്താവ് അവിടെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരെ പറിച്ച് ഇവരെ നടുന്നെന്ന് പറയുന്നുണ്ട്. പറിച്ച് നടുന്നത് അവർ ദേശത്തെ ഏറ്റവും കൊള്ളരുതാത്തവരാണ്. അവർ സമൂഹത്തിന് കൊള്ളില്ല. അതുകൊണ്ട് അവരെ നശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരെ നശിപ്പിച്ച് ഇവർ ഇസ്രായേൽക്കാരെ അവിടെ ആക്കുന്നത്. വേറെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ മിടുക്ക് കൊണ്ട് ഇതെല്ലാം സമ്പാദിച്ചു എന്ന് പറയരുത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഇസ്രായേൽക്കാരെ പരായിട്ടൊന്നും കാര്യമില്ല. 2 വർഷം കൊണ്ട് നേടേണ്ട സംഗതി അവർ 40 വർഷം കൊണ്ട് നേടി. നമുക്ക് ദൈവത്തെക്കുറിച്ച് വിശ്വാസമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നർത്ഥം. ചോദ്യം വളരെ ചുരുക്കമാണ്. എന്നാൽ പോന്നോട്ടെ, ദൈവം ഉണ്ട് കൂടെ. എന്നാലും നമ്മൾ പ്രവർത്തിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. നമ്മൾ പ്രവർത്തിക്കണം. നാം പാതി ദൈവം പാതി. പക്ഷെ നമ്മുടെ പ്രവർത്തനം അതിനെല്ലാം ഉറ്റുനോക്കാൻ പോയതും ഇതെല്ലാം ചെയ്തതിനാണ് അവരുടെ ജോലി അവർ ചെയ്യിക്കുന്നത്. പക്ഷെ ദൈവം ശക്തനായി കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് നമ്മുടെ ഓർത്തഡോക്സ് സമൂഹത്തിൽ? മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ടായിരുന്നു. ഇല്ല. വിശ്വസ്തതയില്ലാത്ത സമൂഹമായി നമ്മൾ തീരുന്നു. അതുതന്നെയാണ് നമ്മളെല്ലാവരുടെയും മനസ്സിൽ. എല്ലാവർക്കും കാണില്ലായും കുറച്ച് പേർക്കെങ്കിലും കാണും. ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഒത്തിരിയൊക്കെ സമ്പാദിച്ചു, എന്നിട്ടോ പിന്നീട് ഇത് മിച്ചമാർക്കാണ്. ഞാൻ തേക്കതോടൊരു പട്ടംകുടയ്ക്ക് പോയപ്പോൾ തിരുവല്ല കഴിഞ്ഞ് പോവുകയാണ്. വണ്ടിയിലുണ്ടായിരുന്ന 2-3 പേര് ഷമ്മാശന്മാർ പറഞ്ഞു, തിരുമേനി, ഈ തിരുവല്ലയിലുള്ള ബാങ്കിലെല്ലാം പണ്ട് വിദേശത്തു നിന്ന് അപ്പച്ചന്മാർ സമ്പാദിച്ച പണം കിടപ്പുണ്ട്. അതിന് അവകാശികളില്ല. ആ പണമെല്ലാം അവിടെ കിടന്ന് നിലവിളിക്കുക. ഈ പണമൊക്കെ ബാങ്ക് കൊണ്ടിട്ടിട്ട് എന്നാ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തെ ആദ്യം വിശ്വസിക്കുക. വിശ്വസ്തത എന്നത് അത് വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും അപ്പനും അമ്മയപ്പന്മാരും തമ്മിൽ, അതുപോലെ തന്നെ സമൂഹത്തിൽ അന്യോന്യം. ഇതില്ലാതെ വരുന്നിടത്താണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സംഭവം ഓർക്കുന്നുണ്ടോ? കർത്താവ് തൻ്റെ പിതൃനഗരത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവന് മറിയയുടെ മകൻ. അപ്പൻ്റെ പേര് ചേർത്താ പറയേണ്ടത്. മറിയയുടെ പേരെന്ന് പറയുമ്പോൾ തന്നെ ഒരു അവഹേളനമുണ്ട്. ഇതാ മറിയയുടെ മകനല്ലേ? യാക്കോ, യോസി, യൂദായി ഇവർ നമ്മുടെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ച് അവഹേളിക്കുകയും കർത്താവ് പറയുന്നുണ്ട്, അവിടെ സുവിശേഷൻ പറയുന്നുണ്ട്, അവരുടെ വിശ്വാസഹീനതയിൽ കർത്താവ് അത്ഭുതപ്പെട്ടു. തൃത്വത്തിൽ 2-ാമൻ. വിശ്വാസമില്ലാതെ ദൈവത്തിന് നമ്മുടെ ഇടയിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ദൈവം സർവ്വത്തിനും മതിയായവനാണെന്നുള്ള വിശ്വാസമുണ്ടോ? ഒരു രോഗം മാറുന്നതിലായാലും,
കുഞ്ഞുങ്ങളുടെ ജോലി കാര്യങ്ങളായാലും ചിലപ്പം ചില കുഞ്ഞുങ്ങളൊക്കെ ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാത്തപ്പോൾ നമുക്ക് വല്ലാതെ പരിഭ്രാന്തരാകും. മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് ബാച്ച് MBBS തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വർഷത്തെ ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാം വെട്ടിക്കൽ ദേറായിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ ഞാൻ സാറൊന്നും അല്ലെങ്കിലും അവർക്കൊരു താല്പര്യം, എന്നെക്കൊണ്ട് എന്തെങ്കിലും 2 വാക്ക് പറയിച്ചില്ലേ മോശമല്ലായിരുന്നു. എന്നെ ആദരിച്ചതാണ്. അവരെന്നോട് പറഞ്ഞ് അച്ഛനൊരു ക്ലാസ് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു MBBS ക്ലാസ് എടുക്കുക എനിക്കറിയില്ല, അറിയാവുന്നതൊക്കെ പറഞ്ഞാൽ മതി. ഞാനൊരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും നല്ല നിലയിലാകണം, നിങ്ങൾക്ക് താല്പര്യത്തിലല്ലേ നിങ്ങൾ ഈ മെഡിസിൻ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു മുസ്ലിം പെങ്കൊച്ച് പറയുകയാണ്, എൻ്റെ ഫാദറെ എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല MBBS പോകാൻ. എൻ്റെ അപ്പയുടെയും അമ്മയുടെയും പിടിവാശിയാണ്, ഈഗോയാണ് എന്നത്. ഞാനിത് തീർക്കുന്ന വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പനും അമ്മയും ദൈവത്തിന് എൻ്റെ ആലോചന ചോദിച്ചില്ല, അപ്പനും അമ്മയും മോളുടെ താല്പര്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ സന്തോഷിക്കണ്ടേ. നിങ്ങളുടെ മാത്രം ഇഷ്ടം നോക്കി അപ്പനും അമ്മയും എല്ലാം ചെയ്തോളം ഇന്ന് വൈകിട്ട് പോയിരുന്ന പപ്പയോടും അമ്മയോടും അത് പറയണ്ട കേട്ടോ. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ശരിയല്ലെന്ന് അവർക്കറിയാം, അതുകൊണ്ട് അവർ ചിലതൊന്നും നടത്താത്തത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിൽ ആശ്രയിച്ച് സമർപ്പിച്ച് ഒരു പ്രാർത്ഥന എന്തുകൊണ്ടായിക്കൂടാ? എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ മെഡിസിന് വിടുകയാണ്, ദൈവമേ നിനക്ക് ഹിതകരമാണോ അതോ വേറെ വല്ലതുമാണോ എന്ന് ആർക്കറിയാം? അതിന് പോകാനുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ട്. അത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എൻ്റെ ദൈവം സർവ്വത്തിനും മതിയായവനാണ്. എൻ്റെ കുഞ്ഞിനെ എങ്ങോട്ടയക്കണമെന്ന് അവൻ പറഞ്ഞു തരും എൻ്റെ പ്രാർത്ഥനയിൽ എന്ന് വിശ്വസിക്കാൻ മാത്രം നമുക്ക് കഴിഞ്ഞാലേ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യഹൂദന്മാരെ കുറ്റം പറഞ്ഞു കേട്ടില്ല. 2 വർഷം കൊണ്ട് നിങ്ങൾ അങ്ങ് മറ്റേ വാക്നാട്ടിൽ ചെല്ലേണ്ടതാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകാതിരുന്നത്. നിങ്ങൾ 40 വർഷം ഇങ്ങനെ തെണ്ടി അലഞ്ഞ് മരുഭൂമിയിൽ കൂടി നടന്നതിൻ്റെ കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പാന്നൊക്കെ നമുക്ക് പറയാം. പണ്ട് നമ്മളുടെ ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരുന്നു, യഹൂദന്മാരുടെ കുടുംബമൊക്കെ മുടിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അതില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെങ്ങനെയാണെന്നുകൂടെ നമ്മൾ നോക്കുന്നതല്ല. ഈ പ്രാർത്ഥനയുടെ എല്ലാം ഉദ്ദേശം അതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, പ്രായമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ചിലപ്പം അവരുടെ കാര്യത്തിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവീക നടത്തിപ്പ് കാണാം. ആ ദൈവീക നടത്തിപ്പ് എത്രമാത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവിക നടത്തിപ്പിന് വിധേയപ്പെടാതിരുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നിരുന്ന് ചിന്തിക്കുക. ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒന്നും അച്ഛനാകാനോ മെത്രാച്ചനാകാനോ ഇരുന്ന ആൾക്കാരൊന്നുമല്ല. തിരുമേനിയുടെ ആദ്യത്തെ ജോലി നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തുവായിരുന്നു തിരുമേനിയുടെ ആദ്യത്തെ ജോലി? ആർക്കെങ്കിലും പറയാം? പോസ്റ്റ്മാൻ. അച്ഛൻ പറഞ്ഞില്ലേ? പോസ്റ്റ്മാൻ. നല്ലപോലെ മദ്രാസ് ഡെയിലിയിൽ എഴുതുന്ന ആളായിരുന്നു. എങ്ങനെയോ ഒരു കലിങ്ങും ഇരുന്നപ്പം ദൈവം തമ്പുരാൻ വിളിച്ച് രക്ഷപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തലയുണ്ടായിരുന്നു, അദ്ദേഹം സമർപ്പിക്കുവാനും പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ അത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ്. അങ്ങനെ ചില വഴിത്തിരിവുകൾ നമുക്കും ഉണ്ടാവണം. ആ വഴിത്തിരിവുകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, ദൈവത്തിൽ അർപ്പിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ചിന്തയിൽ ആവരുത്. ഇവിടെ എത്രമാത്രം വലിയവരാണെങ്കിലും ദൈവത്തിന് മുമ്പാൽ ഒന്നുമില്ലാരും. ദൈവം നിരൂപിച്ചാൽ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് വിഷമിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരായ നിങ്ങളോ നിങ്ങൾ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് പറയുക, എൻ്റെ ദൈവം ഞാൻ എൻ്റെ 45 വർഷത്തെ ആത്മീയ ജീവിതത്തിൽ പഠിച്ച ഒരു പാഠം, ദൈവം നിരൂപിച്ചാൽ ഒരു ശക്തിക്കും നമ്മുടെ നേരെ നിൽക്കാനൊക്കെയില്ല. പരിശുദ്ധ പരുമല തിരുമേനിയും പറയുന്നതാണ്. പരുമല തിരുമേനി പറയുന്നത് അറിയാമോ? വിശുദ്ധിക്ക് മുമ്പിൽ ഒരു ശക്തിയും നിൽക്കുകയില്ല. വിശുദ്ധിക്ക് മുമ്പിൽ അല്ലാത്ത അശുദ്ധിയായതെല്ലാം നിന്ന് വിറയ്ക്കുമെന്നാണ് പരുമല തിരുമേനി പറയുന്നത്. അത് നമ്മൾ ബോധ്യം ഉണ്ടാവണം. ഒത്തിരി കഷ്ടപ്പാടുണ്ടാവും. ജോസഫിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകൾ ശരിയാണ്, അത് നമുക്ക് ആവശ്യത്തിനാണ്, നമ്മെ ഒന്ന് നേരെയാക്കി മെനയാക്കി എടുക്കാൻ വേണ്ടിയുള്ളതാണ്.
ഇതെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. ഞാൻ ദീർഘിപ്പിച്ച് ഒന്നും പറയുന്നില്ല, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നതുകൊണ്ട് പറഞ്ഞ് ദീർഘിപ്പിച്ചാൽ നാളെ ചിലപ്പം പ്രസംഗം തുടങ്ങും, നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയെന്ന് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ചിന്തിക്കുക, എന്താണ് നമ്മുടെ വിശ്വാസം? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ ഒരു കഥയായിട്ടോ കേട്ടിട്ടുണ്ടാവും. പള്ളിയിൽ പോയ കൂട്ടത്തിൽ ഒരു കൊച്ചു കുടയെടുത്തപ്പോൾ സ്വന്തക്കാർ പറഞ്ഞു, നീ എന്തിനാണ് ഈ കുടയെടുത്ത് ഈ വേനൽ വരുന്നത്? അപ്പം നമ്മൾ പോകുന്ന മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ എന്ന് ആ കൊച്ചു ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം അത്രയേ ഉള്ളൂ. എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ദൈവം നടത്തിത്തരും എന്നുള്ള വിശ്വാസമില്ല. വിശ്വാസമുണ്ട്. വിശ്വസ്തതയാണ് ഏറ്റവും വലിയ കാര്യം. ഈ പ്രാർത്ഥനയിലും ആരാധനയിലും സമർപ്പണത്തിലും നിങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്ക് ഇറക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ സന്ധ്യാനമസ്കാരത്തിലും വചനശ്രൂഷയും സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാന്നുള്ള മരിച്ചവരെയും പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേയും ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങൾ കഴിച്ച ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസന സന്നിധാനത്തിങ്കൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. അവ ഓരോ റൂഹക്കാദീശോ ഹോശോ ബൗക്കുല സുബാൻ ലോൽമി.